ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമുക്ക് 3D ഔട്ട്ലൈനർ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൂട്ടിക്കൂറേൻ്റെ ഒരു ടാൽക്കം പൗഡർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എക്രിലിക് പെയിൻറ്റ്സ്, ചെറിയൊരു ബൗളും പിന്നെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെറിയൊരു ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതുപോലത്തെ ചെറിയൊരു സ്പൂൺ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 സ്പൂൺ കുട്ടിക്കൂറൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന് പകുതി എന്ന രീതിയിൽ ഞാൻ ഒരു സ്പൂൺ പശയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 3/4 സ്പൂൺ പശ അതിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ അതിനുശേഷം ഒരു 1/4 ഭാഗം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമാണ് അത് നന്നായി അത് ഒരു പ്രോപ്പർ കൺസിസ്റ്റൻസിയിൽ എത്തുള്ളൂ. ഒരുപാട് അങ്ങോട്ട് ലൂസായി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കോൺ ഉണ്ടാക്കിയിട്ട് അതിലൂടെ നമ്മൾ ബോട്ടിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വളരെ അത് ഇങ്ങനെ ഒലിച്ചിരിക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പതുക്കെ നമുക്ക് ഗ്ലൂ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു മെഷറിംഗ് സ്പൂൺ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ സിറപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്യാപ്പ് കൂടെ കിട്ടും. അപ്പോൾ ആ ക്യാപ്പ് എടുത്ത് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം കറക്റ്റ് ലെവൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ അക്രിലിക് പെയിൻറ്റ്സ് യൂസ് ചെയ്യാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഡ്രോപ്പ് ഫുഡ് കളർ യൂസ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റിൽ എടുത്തു കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഭയങ്കര തിക്കായിട്ടാണ് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. നമ്മൾ ഫുഡ് കളറോ അക്രിലിക് പെയിൻറ്റ്സോ യൂസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള കളർ കിട്ടുന്ന വരെ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ട് പിന്നെ മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് പശ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ അത്യാവശ്യം തിക്നെസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് അക്രിലിക് പെയിൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് കളർ ഓൾറെഡി കൂടുതലാണ്. അപ്പോൾ നമുക്ക് യെല്ലോ കളർ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഒരു കോൺ ഷേപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിപ്ലോ കവറിൻ്റെ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ കോണാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കവറില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേബ്രിക്സിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടില്ലേ, ആ ഒരു കവറിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്താലും മതി. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടാവില്ലേ, അതായാലും മതി കേട്ടോ. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അയ്യോ എൻ്റെ കയ്യിലില്ല എന്നൊന്നും വിചാരിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അതേ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ സൈഡിലൊക്കെ നമുക്ക് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്കിതിലേക്ക് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള സൈഡുകളും നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്തെടുക്കാം. തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ഇപ്പോൾ ഞാൻ ആ കോൺ ഷേപ്പിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗം വരുന്നത് നമുക്ക് മടക്കി നന്നായിട്ട് സെല്ലോ ടേപ്പൊക്കെ വെച്ച് ചുറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം സെല്ലോ ടേപ്പ് വെച്ച് ചുറ്റി കൊടുക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് ടൈറ്റായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പ്രസ് ചെയ്താലും അതിൻ്റെ സൈഡിൽ കൂടെ ഒന്നും ലീക്കായി വരില്ല. ഞാൻ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഏതെങ്കിലും ഒരു ഡിസൈൻ വരച്ച് കൊടുക്കാം. ചിലർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കാരണം ഇങ്ങനത്തെ ഒരു കോൺ ഷേപ്പ് വെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ ലൈനേഴ്സിൻ്റെ കുപ്പി ബാക്കിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുപ്പിയിലേക്ക് നമുക്ക് ഇതുപോലത്തെ മിക്സ് തയ്യാറാക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കും. അതായിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിളായിട്ട് എനിക്ക് തോന്നിയത്. 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ടാൽക്കം പൗഡർ, ഗ്ലൂ, അതുപോലെ തന്നെ അക്രിലിക് പെയിൻറ്റ്സ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കളർ വെച്ചിട്ട് 1-2 തുള്ളി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണങ്ങിയതിന് ശേഷം ഇത് അടർന്നൊന്നും പോരുന്നൊന്നുമില്ല. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഒരു കോട്ട് വാർണിഷ് നിർബന്ധമായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.